നേരം പരപരാ വെളുത്തു തുടങ്ങി. അപ്പോഴാണ് അളിയാ അതെ ഇല്ലേ, ഞാനേ ഒരാളിനെ കാത്തിരിക്കുകയായിരുന്നു. അവനൊരു കഥ എഴുതി, അതൊന്ന് പറഞ്ഞ് കേൾപ്പിക്കണം. ഒരുത്തൻ എന്നെ വിളിച്ചിട്ട് ചോദിച്ച് കഥാപ്രസംഗം എഴുതി കൊടുക്കുമെന്ന്. അല്ല ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഞാൻ പറയണം, നീ ഒന്ന് കേളടേ, ഞാൻ പറയട്ടെ, നിനക്ക് എന്ത് കുഴപ്പം തരും. അപ്പോൾ കഥാപ്രസംഗം എഴുതുമെന്ന് ചോദിച്ചു. എനിക്കറിയാമല്ലോ നമ്മളെല്ലാ പരിപാടിയും എടുക്കുന്നു, പക്ഷേ എനിക്ക് ടച്ച് കിട്ടിയിരിക്കുന്നു കഥാപ്രസംഗത്തിൻ്റെ. അപ്പോൾ ഞാൻ അവൻ്റെ പറഞ്ഞ് ഞാൻ കഥ എഴുതി തരാം, സെറ്റാക്കി തരാം, ഉള്ളത് തന്നാൽ മതി. അതൊന്ന് പറയാം, നീ അത് കഥാപ്രസംഗത്തിൻ്റെ റൂട്ടാണെന്നൊന്ന് കൊള്ളാമോ ഇല്ലേന്ന് പറഞ്ഞാൽ മതി. നിനക്ക് അത്ര ബോധമൊന്നും ഇല്ലെന്ന് എനിക്കറിയാം. ഞാൻ പറയുന്ന കഥ നിന്റെ സ്ഥിരം പരിപാടിയാണ്. നീ ഇവിടെ വന്നിട്ട് നീ പറയും, ഞാൻ മിണ്ടാതിരുന്ന് കേൾക്കും. നീ ഞാൻ പറയണം, നീ കേള്. പറഞ്ഞാട്ടാ. രംഗം 1. വെള്ളയാണി എന്ന് പറയുന്ന അതിസുന്ദരമായ ഗ്രാമം. പറന്നു 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 ചെല്ലാൻ പറ്റാത്ത കാടുകളിൽ കൂടൊന്നു കൂട്ടി ഞാനൊരു പൂമരക്കൊമ്പിൽ. ആ പാട്ട് അവിടെ അങ്ങനെ പോകും. അത് കഴിയുമ്പോൾ വെള്ളയാണി കായലിലൂടെ തോണി തുഴഞ്ഞ് വരികയാണ് നമ്മുടെ കഥാനായികയുടെ അച്ഛൻ ഷാജി. കഥികനല്ല കലാകാരനല്ല ഞാൻ, തോണി തുഴയും ഷാജിയാണിന്നു ഞാൻ. ഈ പാട്ടും പാടി അവൻ വരുമ്പോൾ നമ്മുടെ കഥാനായിക ശാന്ത ഒരു കുടവുമായി വെള്ളം എടുക്കാൻ കടവത്ത് നിൽക്കുകയാണ്. ശാന്തയെ നോക്കി ഷാജി പാടി, ശാന്തമ്മേ ഓ എന്തടി മോളെ ഓ ബോ, കൊടവുമായി കായലിനരികെ എന്തിന് വന്നു, എന്തരന് വന്നു എന്ന് ചോദിക്കുമ്പോൾ അച്ഛാ ഞാൻ എന്തിങ്ങനെ ഇരിക്കണം. കഴിഞ്ഞ ഒരു എക്സ്പ്രഷൻ ഇടറ, ഇത് കൊള്ളാമോ ഇല്ലെന്ന് അവന് എനിക്ക് പറയണം അവൻ്റെ. അതെ, അളി എന്തൊക്കെയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവണില്ല. ഞാൻ പറയുന്നത് കേക്ക്. കേക്കല്ല ബദാം. ഇത് കഥ, എന്റെ കഥ. അതെ, കഥാപ്രസംഗം. അളിയൻ പറയണതൊന്നും എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല. എന്റെ ചെവി രണ്ടും അടിച്ചു പോയി. അല്ല, അങ്ങോട്ട് നോക്ക്, പറയുന്നത് കേക്ക്. നീ അഭിനയിക്കാന്ന് വേണ്ട, നീ കഥ കൊള്ളാമോ ഇല്ല. അപ്പോഴെന്നെ പൊട്ടിയത് മറ്റേ സാധനം ഉണ്ടാക്കിയില്ലേ, മറ്റേ ഇങ്ങനെ കീക്കി കേക്കണ സാധനം. അത് ഉണ്ടാക്കിയപ്പോ വയറ് മാറിപ്പോയി. അപ്പൊ പൊമ്മന് പൊട്ടി, ചെവി രണ്ടും പോയി. ഇന്ന് കേട്ടൂടാ. ആശുപത്രി പോയി ഡോക്ടറെ അടുത്ത് പോയപ്പോ ഓപ്പറേഷൻ ചെയ്യണം, പൈസ വേണോന്ന് പറഞ്ഞ്. കൊള്ള തന്നെ നീ പറയണം. അവിടെ തന്നെ ഉള്ളത് തന്നെ നീ പറയുന്നത്. തന്നെ പൊട്ടി പൊട്ടി കേട്ടൂടാ. ഭയങ്കരമായിട്ട് പറഞ്ഞ ചെറുതായിട്ട് കേക്കാം. കേട്ടൂടെ? കേട്ടൂടാ കേട്ടൂടാ. ആ ആ ആ ആ ഈ ഈ ആരെ ആരെ എന്റെ കുഞ്ഞമ്മ. എടാ ശരിക്കും പോയാ, ചെവി പോയാ? കേട്ടൂടെ? പോയി, അവിടെ പോയി ഓപ്പറേഷൻ ചെയ്യാം, പൈസ വേണം പൈസ. എടാ പൊന്ന് ചക്കരെ, എനക്ക് ഈ ഗതി വന്ന എന്ന് സംഭവം? 2 ദിവസമായി. 2 ദിവസമായ? കണ്ടിട്ട് ഇതൊന്നും കാണാനില്ലല്ലോ. ഒന്നും കണ്ടുകൂടല്ലോ. ഒന്നും ചെവിയിൽ കുഴപ്പമൊന്നും കാണുന്നില്ലല്ലോ. 2 എണ്ണം ഉണ്ടല്ലോ. അകത്താ? എന്തൊരു കിഴങ്ങുണ്ടാക്കിയ നീ? എന്തൊരു സാധനം നീ ഉണ്ടാക്കിയത്? എന്തോന്ന് സാധനം ഉണ്ടാക്കിയ? അമിട്ട കീക്കി മിഷൻ. ഭ്രാന്താടാ എനക്ക്. പറ്റണ പണി ചെയ്താ പോരെ. പറ്റിപ്പോയി. പൈസ വല്ലതും ഉണ്ടാ? പൈസ എന്തായിരുന്നേ? ഓപ്പറേഷൻ ചെയ്യാൻ അതിനാണ് വന്നത് ഞാൻ. ഇറങ്ങടാ നാറി പുറത്ത്. ഓ മോളില് ഒരാള് കണ്ടോണ്ടിരിപ്പുണ്ട്. എന്റെ പോക്കറ്റിൽ പൈസ ഇല്ലെന്ന് പുള്ളിക്ക് അറിയാം. നോക്കിക്കോ, എന്നെ പറഞ്ഞയച്ചില്ലേ ഇങ്ങനെ ചീത്ത വിളിച്ച്? 2 ചെവിയും പൊട്ടും. ഞാൻ പ്രാർത്ഥിക്കാം, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പിന്നെ നീ ഇത്ര ഒച്ചത്തിൽ കീറി ആരെ പറയാ?